ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോയാണ്, അതായത് ആദ്യത്തെ ഇൻട്രാക്ഷൻ വീഡിയോ ആണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ തുടങ്ങുന്നത് തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്, അതായത് നമ്മുടെ പെട്ടി പൊട്ടിക്കൽ വീഡിയോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പെട്ടി ഓൾറെഡി പൊട്ടിച്ചു. കാരണം എനിക്ക് ഒരു പെട്ടിക്ക് അത് എന്താണെന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. അപ്പം ഞാൻ ഓൾറെഡി പൊട്ടിച്ച പെട്ടിയാണ്, പക്ഷെ ഒന്നുകൂടി ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഈ പെട്ടി വേറെ എവിടെയൊന്നുമല്ല, റെനി കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബോക്സാണ്. അപ്പം ഞാൻ ഇവരുടെ 2 പ്രോഡക്റ്റ്സ് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായി. അപ്പം ഞാൻ ഇവരുടെ സൈറ്റിൽ കയറി, അവിടെ ഓഫർ ഉണ്ടായിരുന്നു. അതിന് ഓഫറിൽ ഞാൻ വാങ്ങിച്ച 2 ഐറ്റംസാണ്. അതിൻ്റെ കൂടെ എനിക്കൊരു സാധനം ഫ്രീ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച 2 പ്രോഡക്റ്റ്സാണ്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ എടുത്തപ്പോൾ ഇത് തലതിരിച്ചാണ് വെച്ചത്. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം. എന്നാലും ഞാൻ എക്സൈറ്റ്മെൻറ്റ് അഭിനയിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെയിനായിട്ട് 2 സാധനങ്ങളാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ ഒരു ഫ്രീയും കിട്ടിയിട്ടുണ്ട്, ഒരു ഫ്രീ സാധനവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഫേമസ് ആയിട്ടുള്ള കാജളാണ്, അതായത് മിഡ് നൈറ്റ് കോൾ പെൻസിൽ. ഇതാണത്, ഈ ഒരു പ്രോഡക്റ്റാണ്. അതായത് അവർ പറയുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ല കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മജ് പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല പിഗ്മെൻറ്റേഷൻ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ സെറ്റപ്പ് ഇവിടെ ഇത് പറഞ്ഞേക്കുന്നത്, ഇതിൽ എൻറിച്ച്ഡ് വിത്ത് വൈറ്റമിൻ ഇ, കാസ്റ്റർ ഓയിൽ, ഒലിവ് ഓയിൽ എന്നൊക്കെയാണ്. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ അവർ നല്ല പാക്കേജിങ് ആയിരുന്നു, നല്ല സെക്യൂർ ആയിട്ടുള്ള പാക്കേജിങ്ങിലൊക്കെയാണ് തന്നേക്കുന്നത്. എനിക്ക് പാക്കേജിങ് ഒക്കെ ഇഷ്ടമായി. പിന്നെ ഈ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ കട്ടറാണ് കാണുന്നത് ഗൈസ്. കട്ടർ, നിങ്ങളെന്താ പറയുന്നത്? ഷാർപ്പ്നർ എന്നാണോ? ഞാൻ കട്ടർ എന്നാണ് പറയാറ്. കട്ടറാണ് ആദ്യം കാണുന്നത്. പിന്നെ അവരിതിൻ്റെ അകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കാണ് ആ പെൻസിൽ കാജൽ. യെസ്, ഇതാണ് ഗൈസ് ആ കാജൽ. ഇതെൻ്റെ ഷാർപ്പ്നർ. അപ്പം ഞാൻ കണ്ണിലെഴുതി കാണിക്കുന്നൊന്നുമില്ല, കാരണം കണ്ണിലെഴുതിയാൽ എനിക്ക് ക്യാമറ നോക്കി കണ്ണിലെഴുതാൻ അറിയത്തില്ല. ഞാൻ കണ്ണിലെഴുതിയിട്ട് എന്തെങ്കിലും റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസിഷൻ വീഡിയോസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിക്കാം. പക്ഷെ എനിക്കിങ്ങനെ ബ്യൂട്ടി വ്ളോഗൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാനൊന്ന് ട്രൈ ചെയ്യുന്നെന്ന് മാത്രം. എൻ്റെ കയ്യിലൊന്ന് വരച്ച് കാണിക്കാം. അവർ പറഞ്ഞു ഇത് വരച്ച് കഴിഞ്ഞാൽ അത് മായത്തില്ലെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ വരച്ചായിരുന്നു, പക്ഷെ നിങ്ങളെ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വരച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. യെസ്, ലുക്ക് അറ്റ് ദ പിഗ്മെൻറ്റേഷൻ. ശരിയാണ്, നല്ല പിഗ്മെൻറ്റഡാണ് സംഭവം, നല്ല പിഗ്മെൻറ്റഡാണ്. പിന്നെ സ്മജ് പ്രൂഫാണെന്ന് ഇവർ പറഞ്ഞു. പക്ഷേ ഇന്നലെ ഞാൻ എഴുതിയിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഞാൻ അപ്പം തന്നെ ഒന്ന് മായ്ച്ച് നോക്കിയപ്പോഴത്തേക്കും അതെന്തായി, അതൊന്ന് സ്മജ്ജായി. പക്ഷെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് മായ്ച്ച് നോക്കിയപ്പോഴത്തേക്കും അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും പോയില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു, പക്ഷെ ഇപ്പം തന്നെ മായ്ക്കുന്നില്ല. എന്നാലും ഒന്ന് നമുക്ക് മായ്ച്ച് നോക്കാം. യെസ്, ഉണങ്ങി. അപ്പോൾ നമ്മളത് ഉണങ്ങാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം. അപ്പം തന്നെ മായ്ച്ചാൽ അത് പോകും. യെസ്, സ്മജ് പ്രൂഫാണ് ഗായ്സ്, സ്മജ് പ്രൂഫ്. യെസ്, കണ്ടോ? ഞാൻ നല്ലപോലെ ഉരച്ച് മായ്ക്കുന്നുണ്ട്. എൻ്റെ കയ്യിലും ആയിട്ടില്ല. അപ്പോൾ ഇതൊരു സൂപ്പർ കാജളാണ്. പക്ഷെ ഇത് മേക്കപ്പ് റിമൂവലിന് പാടാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അറിയില്ല, പക്ഷെ എനിക്കിഷ്ടമായി. സൂപ്പർ, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത സാധനം എടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് 2 സാധനം കൂടി ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഞാനത് പൊട്ടിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെയിറ്റ്. ഇതാണ് അടുത്ത സാധനം. ഇതവരുടെ ഒരു ടിൻറ്റാണ്, കാണുന്നുണ്ടോ? ടിപ്പ് വാട്ടർ ടിൻറ്റ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പരസ്യവും ഇതിൻ്റെ റീൽസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. കാരണം ഞാനൊരു ബ്ലഷ് പേഴ്സൺ ആണ്, അതായത് എനിക്ക് ബ്ലഷ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
ഈ ബ്ലഷ് എന്ന് പറയുമ്പോൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആവും. പിന്നെ വേറെ ഒന്നും എനിക്ക് അതിൻ്റെ അകത്ത് വേണമെന്ന് തോന്നാറില്ല. ഞാൻ ഇപ്പോൾ കണ്ണെഴുതിയില്ലല്ലോ അല്ലെ ലിപ്സ്റ്റിക് ഇട്ടില്ലല്ലോ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. ബ്ലഷ് ഇട്ടാണ് എനിക്ക് വളരെ വളരെ ഇഷ്ടവുമാണ്, ഞാൻ എപ്പോഴും ചെയ്യുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ടിൻ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമാണ് റണി. ഇതിന് നല്ല ഒരു ചെറി സ്ട്രോബെറി ആ ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. കുറച്ച് ഞാൻ എടുത്തിട്ടായിരുന്നേ, അതുകൊണ്ടാണ് ഇച്ചിരി ഇങ്ങനെ ചുമന്നിരിക്കുന്നത്. അപ്പം തന്നെ ബ്ലെൻഡ് ആക്കിക്കോണം, ഇല്ലെങ്കിൽ അത് കട്ടിയായിട്ടിരിക്കും. ഇപ്പോഴും ഞാൻ ഇച്ചിരി ലാഗ് ആക്കിയോണ്ടാണെന്ന് തോന്നുന്നു അതിച്ചിരി കട്ടിയായിട്ടിരിക്കുന്നേ. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആക്കിക്കോണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെയിൻ അവിടെ ബാക്കിയായിരിക്കും. അതൊരു ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം ബ്ലെൻഡ് ആവാൻ ഇച്ചിരി പ്രശ്നമുള്ള പോലെ, സീനുള്ള പോലെ. അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഞാനിത് ലിപ്സിലും കൂടി ഇട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, അപ്പോൾ ഇതൊന്നും ഇതാവാനും ടൈം എടുക്കും. എന്നാൽ ഇതിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ലിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതൊന്നും ഇതാവാനായിട്ട് ടൈം എടുക്കും, അതായത് ഉണങ്ങാനായിട്ട് ടൈം എടുക്കും. പക്ഷേ ചീക്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വൺസ് ഇതിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എന്താക്കണം, അത് ബ്ലെൻഡാക്കി കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ അതവിടെ ഒരു പാട് പോലെ ഇരിക്കും. ഇതിപ്പോൾ ചുണ്ടിൽ ഞാൻ ഇട്ടു, ലിപ്സിൽ ഞാൻ ഇട്ടു. ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം പോകത്തില്ല. പക്ഷെ ഉണങ്ങാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഇത് നമ്മൾ തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉമ്മയൊക്കെ ഇപ്പം ഇത് ഇച്ചിരി ഇതാക്കിയിട്ടുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാകത്തില്ല, നല്ലതായിരിക്കും. ഇതാണ്. പക്ഷേ കണ്ടോ, ചീക്സിൽ ഞാൻ മര്യാദയ്ക്ക് എനിക്ക് ബ്ലെൻഡാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അടിച്ച പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കാം നമുക്ക്. ഇനി 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 ഇടുമ്പോൾ കെയർഫുൾ ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിച്ച് വേണം ഇടാൻ. കണ്ടോ, ഇതിപ്പോൾ ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ട്. പറ്റാത്ത വിരലിൽ കാണിച്ചു തരാം. യെസ്, കണ്ടോ. അപ്പോൾ ഇത് എന്താണ്, ഒന്നും ആയിട്ടില്ല. പക്ഷെ ഉണങ്ങുന്നതിന് മുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഇതാവും. അപ്പം ശരി, അടുത്ത പ്രൊഡക്റ്റ് ഫ്രീ പ്രൊഡക്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രീ പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, ഒരു പെർഫ്യൂമാണ്. റിനയുടെ പെർഫ്യൂമാണ്. ഫ്ലേർട്ട് എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. റിനയുടെ ഫ്ലേർട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് പെർഫ്യൂമാണ്. ഇതും ഒരു ക്യൂട്ട് സാധനമാണ്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്കിത് ബാഗിൽ കരുതി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത് ഒരൊറ്റ ഇതിൽ തന്നെ നല്ല സ്മെല്ലും ലോങ് ലാസ്റ്റിങ്ങുമാണ്. നല്ല മണമുണ്ട്. ഇത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ, നല്ല മണമല്ലേ, നല്ല മണമാണ്. ഇതിനൊരു എന്താ പറയുക, ഒരു ഫ്രൂട്ടി ആ ഒരു ടേസ്റ്റ് ഉള്ള പോലത്തെ നല്ലൊരു മണമാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒത്തിരി നേരം നിൽക്കും. ഞാനിപ്പം ഇന്നലെ ട്രൈ ചെയ്തിട്ട് ഇന്ന് രാവിലെയും ഞാൻ ആ ഉടുപ്പെടുത്ത് മണത്തപ്പോൾ അതിന് ആ മണം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതെനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നതാണ്. ഇത് എത്ര മില്ലിയാണ്, ഒരു 8 ml ഒരു കുഞ്ഞ് ഒരു സാധനമാണ്. എനിക്ക് ഇതും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, റെനയുടെ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യുക. നല്ല പ്രൊഡക്ട്സാണ്. പക്ഷെ എനിക്ക് ആകെ ഇച്ചിരി ഡിസപ്പോയിൻമെൻറ്റ് വന്നത് ഈ ഒരു ടിൻറ്റിൻ്റെ കേസിലാണ്. ഈ ബ്ലെൻഡിങ്ങിൻ്റെ കേസിലാണ് എനിക്ക് ആകെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വന്നത്. ബാക്കി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്
കംപ്ലീറ്റ് ലോക്ക് 100% ഒരു സൂപ്പർ ബ്രാൻഡാണ് റെനെ. ശരി, ഇതിൽ പിന്നെയും തലതിരിച്ച് വെച്ചു. റെനെ എന്ന് പറയുന്നത് ഒരു നല്ല അടിപൊളി ബ്രാൻഡാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരുന്നതായിരിക്കും. ബൈ.